Good morning, all. എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. നന്ദിത, അനിരുദ്ധ്. അമൽ രവീന്ദ്രൻ ഓഡിബിൾ അല്ലേ? എല്ലാവരോടും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. സാർ ഓഡിബിൾ ആണ്. ഓക്കെ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിലെ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കാം. ഇപ്പോഴേക്കും എല്ലാവരും ജോയിൻ ആവട്ടെ. ഓക്കെ, we have concept of pipelining. Pipelining means other than sequential എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ടാവണം. We are fetching instruction from the memory. എല്ലാ ടാസ്കും കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. അതാണ് കോൺസെപ്റ്റ് ഓഫ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ദെൻ പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നു. പൈപ്പ് ലൈനിങ് കൊണ്ടുവന്നപ്പോൾ എന്താ നമുക്കുണ്ടായ അഡ്വാൻറ്റേജസ്? വെൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, സെക്കൻഡ് സ്റ്റേജിൽ ഇറ്റ് ഈസ് ഡീകോഡിങ്. സെക്കൻഡ് സ്റ്റേജിൽ അത് ഡീകോഡ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫെച്ച് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് സ്റ്റേജിൽ അത് ഡീകോഡ് ചെയ്യുമ്പോൾ വി ക്യാൻ ഫെച്ച് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ നിങ്ങൾ നോക്കുക, ഇത് ജസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട, സ്റ്റേജ് പറയുന്നേ ഉള്ളൂ. ഹിയർ വി ഹാവ് വൺ പോയിന്റർ എഫ് ഡീകോഡ്. ഇറ്റ് ഈസ് ഡീകോഡിങ്, നമ്മൾ അത് ഫെച്ച് ചെയ്യുന്നു. അതായിരുന്നു കോൺസെപ്റ്റ്. ഇനി ഇൻസ്ട്രക്ഷൻസ് അവൈലബിൾ ആക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാം. പ്രീഫെച്ച് ബഫേഴ്സ്, റോൾ പ്രീഫെച്ച് ബഫേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ വി ആർ ഹാവിംഗ് മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്. അപ്പം സപ്പോസ് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 3, ആ സമയത്ത് വേറെ ഓപ്പറേഷൻ ഒന്നും പെർഫോം ചെയ്യാൻ പറ്റൂല. ക്ലോക്ക് സൈക്കിൾ ബിസി ആയിരിക്കും, ഫങ്ഷണൽ യൂണിറ്റ് ബിസി ആയിരിക്കും. ഹിയർ വി ഹാവ് ഡിഫറെന്റ് ഫങ്ഷണൽ യൂണിറ്റ്, ദെയർബൈ വി ക്യാൻ എക്സിക്യൂട്ട് മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം. അതായിരുന്നു കോൺസെപ്റ്റ്. ആൻഡ് ഹിയർ വി ഹാവ് എ രജിസ്റ്റർ ടാഗ് യൂണിറ്റ്. പർപ്പസ് എന്തായിരുന്നു? In order to monitor different reservation station and register file. അതായിരുന്നു കോൺസെപ്റ്റ് ഓഫ് ടാഗ് യൂണിറ്റ്. അനിരുദ്ധ്, ഫാത്തിമ, അനുപമ, ക്ലിയർ അല്ലേ? ഓക്കെ, അനുപമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ഒരാളൊന്ന് സംസാരിക്കൂ. അമൽ രവീന്ദ്രൻ. മൈക്ക് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിച്ചേ. ഒരാളൊന്ന് സംസാരിച്ചേ പ്ലീസ്. ആദിത്യ. ഓക്കേടാ, ക്ലിയർ ആക്കാറുണ്ട്. 7, താങ്ക് യുടാ. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫറെന്റ് ഓപ്പറേഷൻ ലൈക്ക് internal data forwarding. Traditionally we can go for 2 load operation, means register R1 storing data into memory, register R2 reading the same data. Memory operation avoid ചെയ്യാൻ we are forwarding the data from register R1 to R2. കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്തു. ഇങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. then ഹസാർഡ്, റീഡ് ആഫ്റ്റർ റൈറ്റ്, റൈറ്റ് ആഫ്റ്റർ റീഡ്, റൈറ്റ് ആഫ്റ്റർ റൈറ്റ്, ഹസാർഡ്സ് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യുമ്പോൾ പറയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബൂത്ത് അൽഗോരിതം ആണ് അതിലൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബൂത്ത് അൽഗോരിതം, കോൺസെപ്റ്റ് ഓഫ് ബൂത്ത് അൽഗോരിതം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതൊന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലാസ്റ്റ് ദിവസം കണ്ടു ഹൗ ടു മൾട്ടിപ്ലൈ എ നെഗറ്റീവ് നമ്പർ വിത്ത് പോസിറ്റീവ് നമ്പർ. ഒരു നെഗറ്റീവ് നമ്പറിനെയും പോസിറ്റീവ് നമ്പറിനെയും എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം നെഗറ്റീവ് നമ്പേഴ്സ് ആർ സ്റ്റോർഡ് ഇൻ മെമ്മറി ആസ് ഇൻ ദ ഫോം ഓഫ് 2's കോംപ്ലിമെന്റ്. അപ്പൊ ആ ഒരു നൊട്ടേഷൻ, ആ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിനെ ബൂത്ത് അൽഗോരിതം യൂസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുക്കുക, എന്നിട്ട് നമുക്ക് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പെർഫോം ചെയ്ത് നോക്കാം. ഓക്കെ, എന്റെ കൂടെ തന്നെ നിങ്ങൾ വന്നാലേ നമുക്ക് കാര്യങ്ങൾ നടക്കുള്ളൂ. എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുക്കുക. ഓക്കെ, ഞാനിത് പ്രൊജക്റ്റ് ചെയ്യാണ്. എല്ലാവരും ഒരു പേപ്പറും പെന്നും എടുത്ത് റെഡിയാവും.
ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് മൊബൈലിൽ നോക്കിക്കോളാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ആരും ലീവ് ചെയ്യരുത്. ഞാൻ അറ്റൻഡൻസ് മൊബൈലിൽ നോക്കാം. ഓക്കെ. ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 6 into -1 പെർഫോം ചെയ്യണമെന്ന് കരുതാം. റിസൾട്ട് -6 ആണെന്ന് നമുക്കറിയാം. ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഹിയർ വി ആർ പ്ലേസിങ്, ഇങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യാം മൾട്ടിപ്ലിക്കന്റ് ഇൻഫർമേഷൻ. അതായത് എം രജിസ്റ്ററിൽ നമ്മൾ എന്ത് പ്ലേസ് ചെയ്യുന്നു? മൾട്ടിപ്ലിക്കന്റ് ആണ്. ഓർത്തിരിക്കുക, മൾട്ടിപ്ലിക്കന്റ് എമ്മിൽ പ്ലേസ് ചെയ്യുന്നു. ദെൻ Q എന്ന് പറയുന്ന രജിസ്റ്ററിൽ വി ആർ പ്ലേസിങ് മൾട്ടിപ്ലയർ. ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാം, മൾട്ടിപ്ലയർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ. ഹിയർ നമുക്ക് എമ്മിൽ എന്താണുള്ളത്? മൾട്ടിപ്ലിക്കന്റ്. ഇറ്റ് ഈസ് 6. m ഈക്വൽ ടു 6. 0 സോറി, എമ്മിൽ ഉണ്ടാവുന്ന വാല്യൂ ഒന്ന് പറയാം. 0 1 1 0. 0 1 1 0 ആണ് എമ്മിൽ ഉണ്ടാവുക. ഓക്കെ അല്ലേ? ദെൻ Q ഹാവ് ദി വാല്യൂ കറസ്പോണ്ടിങ് ടു -1 ആണ് ക്യൂവിൽ ഉണ്ടാവുന്ന വാല്യൂ. അപ്പൊ ക്യൂവിലെ വാല്യൂ എങ്ങനെയാണ്? -1ന്റെ വാല്യൂ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. -1 ഐഡന്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് 1 എന്ന് പറയുന്നത് 0 0 0 1 ആണ്. -1 എന്ന് പറയുന്നത് അപ്പോഴെന്തായിരിക്കും? 1 1 1 0 +1, വിച്ച് മീൻസ് -1നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ 1 1 1 1. ഇങ്ങനെയാണ് നമ്മൾ -1നെ റെപ്രസെന്റ് ചെയ്യാം. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഒരാളൊന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ അല്ലേ? അഭിനവ്, ആദിത്യ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു രജിസ്റ്റർ, ഇനീഷ്യലി പറഞ്ഞതുപോലെ തന്നെ എ എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. ഇവിടെ നമുക്ക് Q എന്ന് പറയുന്ന രജിസ്റ്റർ ഉണ്ട്. Q0 എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഇനീഷ്യലി വാല്യൂ ഓഫ് എ ഈക്വൽ ടു 0 0 0 0. ക്യൂയുടെ വാല്യൂ, Q മീൻസ് മൾട്ടിപ്ലയർ. മൾട്ടിപ്ലയർ -1 ആണ് നമ്മുടെ മൾട്ടിപ്ലയർ. -1ന്റെ വാല്യൂ 1 1 1 1. Then Q0 initial value 0 ആണ്. Then as per Booth algorithm, when the value of Q0 and Qn plus 1 10 ആണ് എങ്കിൽ, 10 ആണെങ്കിൽ we have to perform a accumulator equal to AC accumulator minus M. ശരിയല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഹിയർ എം, നമ്മുടെ എം എന്തായിരുന്നു? ഹിയർ എം ഈക്വൽ ടു 6. 6 മീൻസ് 0 1 1 0 ആണ് 6. മൈനസ് എം എന്ന് പറയുന്നത് 1 0 0 1 പ്ലസ് 1, വിച്ച് മീൻസ് 1 1 0 1 ആണ് മൈനസ് എം. സോറി, 1 0 0 1 പ്ലസ് 1 എന്ന് പറയുന്നത് 1 1 10 10 10 10 ആണ് മൈനസ് എം. കറക്റ്റ് അല്ലേ? റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെവൽ, ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഇവിടെ എന്ത് വാല്യൂ വരും? എ ഈക്വൽ ടു എ മൈനസ് എം ആണ്.
എ മൈനസ് എം എന്ന് പറയുമ്പോൾ നമ്മൾ 2's കോംപ്ലിമെന്റ് ആഡ് ചെയ്താൽ മതി. ഹിയർ ഇറ്റ് ഈസ് 1 0 1 0. ഇവിടെ അഗൈൻ 1 1 1 1. ഇവിടെ 0. ഈ ടാസ്ക് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു പെർഫോം ഷിഫ്റ്റ് നമ്മൾ പെർഫോം ചെയ്യുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വെക്കുന്നു. അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്. ദെൻ ഇവിടെ 1 1 0 1 0 1 1 1. ഈ ഒരു 1 ഇവിടെ വരും. ഇതാണ് എൻഡ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജ് ക്ലിയർ ആണോ? ഒരാൾ റെസ്പോണ്ട് ചെയ്തേ. 1 1 0 1 0 1 1 1 1. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ആ സ്റ്റേജ് ഒന്ന് മാറ്റി എഴുതാം. Now it is 1 1 0 1 0 1 1 1 1. ഇനി ഇത് 1 1 ആണ്. 1 1 വന്ന് വെച്ച് 1 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഡയറക്റ്റ് ആണ്. ഡയറക്റ്റ് ചെയ്യുക. ദെൻ പെർഫോം ഷിഫ്റ്റ് ഓപ്പറേഷൻ. സോ ഹിയർ വി ആർ ട്രാൻസ്ഫറിങ്. ഈ 1 നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ 1 1 1 1 0 1 1 സോറി 1 1 1 0 1 1 1 1. Sorry, 1 1 0 1 1 1 0 1. ഈ ഒരു 1 ഇങ്ങോട്ട് വരും. അപ്പം 1 0 1 1 അല്ല അവിടെ വേണ്ട. 1 0. ഓക്കെ ഓക്കെ. 1 ആ ഒരു 0 ഉണ്ട്. 1 0 1 1. ഇവിടെയും 1 വരും. ഓക്കെ അല്ലേ? 1 0. ഓക്കെ. ദിസ് ഈസ് ദി എൻഡ് ഓഫ് സെക്കൻഡ് സൈക്കിൾ. സെക്കൻഡ് സൈക്കിൾ ഇവിടെ എൻഡ് ആയി. Then coming to third cycle, again 1 1 0 1 0 1 1. ഇവിടെ ഒരു 1 ഉണ്ട്. Again it is 1 and 1. ഷിഫ്റ്റ് മാത്രം പെർഫോം ചെയ്താൽ മതി. ഷിഫ്റ്റ് പെർഫോം ചെയ്യുമ്പോൾ 1 വരും. 1 1 1 1 1 1 0 1 0 1 പിന്നെ 1 1. Okay. This is the end of third cycle. Okay അല്ലേ? ഇനി ഫോർത്ത് സൈക്കിൾ നോക്കുക. Again it is 1 and 1. ഞാൻ ഡയറക്റ്റ് സ്റ്റെപ്പ് എഴുതാം. നമുക്ക് ഡയറക്റ്റ് ഇപ്പൊ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1 1 1 1 then 1 0 1 0 1. ഇപ്പുറത്ത് പോയില്ലേ? ശരിയല്ലേ? ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നോക്കുക. വി ആർ പെർഫോമിംഗ് മൈനസ് നമ്പർ മൾട്ടിപ്ലൈങ് വിത്ത് എ പോസിറ്റീവ് നമ്പർ. അപ്പൊ ഈ ഒരു നമ്പറിനെ നമ്മൾ ഇനി 2's കോംപ്ലിമെന്റ് കാണാം. നമ്മൾ കിട്ടിയ റിസൾട്ട് എന്താണോ അതിനെ 2's കോംപ്ലിമെന്റ് കാണുമ്പോഴാണ് നമുക്ക് ഒറിജിനൽ റിസൾട്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ചെയ്യേണ്ടത് 1 1 1 1 1 0 1 0ന്റെ 2's കോംപ്ലിമെന്റ് കാണാം. അഗൈൻ ഇറ്റ് ഈസ് 0 0 0 0 0 1 0 1 പ്ലസ് 1. കറക്റ്റ് അല്ലേ? അപ്പൊ എത്രയാണ്? 1 ഉം 1 ഉം 10. 1 0 0 0 0 0. അപ്പൊ ഇതാണ് നമുക്ക് 6 എന്ന് പറഞ്ഞ വാല്യൂ വരിക. കണ്ടോ? ഇത് -6. ഇതിനെ 2's കോംപ്ലിമെന്റ് കാണുമ്പോൾ നമുക്ക് 6 എന്ന് പറഞ്ഞ വാല്യൂ. ഈ ഒരു രീതിയിലേ നമുക്ക് ഇത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 6 into -1 ആയിരുന്നു. ഇത് 6 ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്കുള്ള ഒരു ഓപ്ഷൻ. അതിന്റെ 2's കോംപ്ലിമെന്റ് കണ്ടു നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി 6 കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പെർഫോം ചെയ്ത ടാസ്ക് ഓക്കെ ആണെന്ന് മനസ്സിലാവും. ഇത് ക്ലിയർ ആണോ? ഫസ്റ്റ് ടൈം പോയിന്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ലെറ്റേഴ്സ് ഇത്ര ക്ലാരിറ്റി ഇല്ലാത്തത്, മീൻസ് ഒരു വൃത്തിയില്ലാത്തത്. ടാസ്ക് നിങ്ങൾക്ക് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അഭിഷേക് ഡാറ്റ പോയിട്ടുണ്ടാവും, ഇറേസ് ആയി പോവും. അഖിൽ കെ, അമൽ രവീന്ദ്രൻ, അമൽ സുരേന്ദ്രൻ.
അനുപമ ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഒരു ടാസ്ക് കൂടി നമുക്ക് പെർഫോം ചെയ്യാം. ഒന്ന് ചെയ്ത് നോക്കുക എന്റെ കൂടെ തന്നെ. സപ്പോസ് -3 into 2 ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് ഓർക്കുക. അഗൈൻ ഇറ്റ് ഈസ് -6 ആണെന്ന് നമുക്കറിയാം. അപ്പം ഇത് പെർഫോം ചെയ്യുമ്പോൾ വി ഹാവ് മൾട്ടിപ്ലിക്കന്റ്. മൾട്ടിപ്ലിക്കന്റ് മീൻസ് -3, മൾട്ടിപ്ലയർ ഇറ്റ് ഈസ് q ഈക്വൽ ടു 2. ദിസ് ഈസ് അവർ ഓപ്ഷൻ. അപ്പം നെഗറ്റീവ് നമ്പർ വന്നതുകൊണ്ട് നമുക്ക് -3ന്റെ ബൈനറി ഫോം എഴുതാം. 0 0 1 1 ഇറ്റ് ഈസ് 3 പ്ലസ് 1. Sorry, 1's complement 1 1 0 1 1 0 0 is 1's complement plus 1 equal to 1 1 0 1. ഇതാണ് 2's complement. ഓക്കെ അല്ലേ? 2's complement corresponding to -3യുടെ വാല്യൂ ആണിത്. ഓക്കെ ആണെന്ന് കരുതുന്നു. അപ്പം ഈ ഒരു ഓപ്ഷൻ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ? മൾട്ടിപ്ലിക്കന്റിന്റെയും മൾട്ടിപ്ലയറിനെയും നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് മൾട്ടിപ്ലിക്കന്റ് 2 ആയിട്ടും മൾട്ടിപ്ലയർ -3 ആയിട്ടും എടുക്കുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ഹിയർ വി ഹാവ് എ രജിസ്റ്റർ, ദെൻ ക്യൂ രജിസ്റ്റർ, Q0. ഇത്രയും വാല്യൂസ് അല്ലേ ഉള്ളൂ. എ അഗെയിൻ ഇറ്റ് ഈസ് 0 0 0 0. ക്യൂ വാല്യൂ എന്തെടുക്കണം? 1 1 0 എടുക്കണം. 1 1 0 1 ഇത് 0. 1 1 0 1 എന്താണ്? -3. അതായത് മൾട്ടിപ്ലിക്കന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ക്യൂവിലേക്ക് എടുത്തു. മൾട്ടിപ്ലയർ എന്താക്കി? എം ആക്കി. വിച്ച് മീൻസ് എം രജിസ്റ്ററിലുള്ളത് 0 0 1 0 ആണ്. -m മീൻസ് 1 1 0 1 1 0 1 plus 1, which means ഇതൊക്കെയാണോ? -m. പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. വെൻ വി ആർ പെർഫോമിങ് -3 into 2, -3യുടെ ഇത് നമ്മൾ മൈനസിന്റെ 1's complement എടുത്ത് നമ്മൾ എം രജിസ്റ്ററിൽ പ്ലേസ് ചെയ്തെന്നിരിക്കുക. അപ്പൊ അതിന് വീണ്ടും -m plus m ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്തു? ആ വാല്യൂ നമ്മൾ ക്യൂവിലേക്ക് കൊടുത്തു. Q0 0 ആക്കി വെച്ചു. അക്യുമുലേറ്റർ ഇനീഷ്യലി 0. ദെൻ മൈനസ് വാല്യൂ ഓഫ് m നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചു. ഇത്രയും ക്ലിയർ ആണോ? അപ്പൊ 0 0 0 1 1 0 1 0. ഓർക്കുക, നമുക്ക് വേണ്ടത് മൾട്ടിപ്ലിക്കന്റ് എമ്മിലും മൾട്ടിപ്ലയർ ക്യൂവിലും ആണ്. മൾട്ടിപ്ലിക്കന്റ് ഇത് എമ്മിലാണ് വേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ 1's complement ചെയ്ത് ക്യൂവിൽ പ്ലേസ് ചെയ്തു. മൾട്ടിപ്ലയർ ഹിയർ ഇറ്റ് ഈസ് 2. അതിനെ നമ്മൾ എന്ത്? എമ്മിലും പ്ലേസ് ചെയ്തു. ഞാൻ എന്റെ ഷോ ചെയ്യാം. നിങ്ങളോട് ചോദിച്ചു നോക്കാം മനസ്സിലായോ എന്നുള്ള കാര്യം. അഞ്ജിത, അനുപമ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? നിവേദ്യ, ഓക്കെ. അഞ്ജിത ഓക്കെ. പ്രിൻസ് രാധാകൃഷ്ണൻ, ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. Here we have A register. Here we have Q register. Here it is Q0. A value initially 0 0 0 0. Q means 1 1 0 1 ആണ് Q. Again Q0 equal to 0. ഇവിടെ ഓർത്ത് വെക്കുക, M ആക്ച്വലി എന്താണ്? M it is 0 0 1 0 ആണ് M. മൈനസ് M equal to നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 1 1 1 0. ഇത് ഓർത്ത് വെക്കുക. Then initial value it is 1 0. 1 0 ആണെങ്കിൽ എന്താ പെർഫോം ചെയ്യേണ്ടത്? When it is 1 0, we have to perform AC equal to A minus 1. A എന്ന് പറയുന്നത് A minus M ആണ്.
ഓക്കെ. അപ്പം 0 0 0 ഇതിനോട് കൂടി എന്ത് ചേർക്കുക? ഈ ഒരു സംഭവം ആഡ് ചെയ്യാം. അപ്പം ഹിയർ ഇറ്റ് ഈസ് 1 1 1 0 1 1 0 1 0 ഇവിടെ തന്നെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഷിഫ്റ്റ് പെർഫോം ചെയ്യണം. വി ഹാവ് ടു പെർഫോം ഷിഫ്റ്റ്. ഷിഫ്റ്റ് പെർഫോം ചെയ്യുമ്പം ഇങ്ങനെ വരും 1 1 1 1 0 1 1 0 1. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ്. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ വാല്യൂസ് എഴുതി വെക്കുക. 1 1 1 0 1 1 0 1 എന്ന് എഴുതി വെച്ചു. കമ്പയർ ചെയ്യുക. ഇറ്റ് ഈസ് 0 1. വെൻ ഇറ്റ് ഈസ് 0 1 0 1 ആകുമ്പോൾ എന്ത് പെർഫോം ചെയ്യണം? AC A ഈക്വൽ ടു A പ്ലസ് എം ആണ്. A പ്ലസ് എം. എം 0 0 1 0 ആണ്. A 1 1 1 1 ആണ്. 1 1 1 1 പ്ലസ് എം ഇറ്റ് ഈസ് 0 0 1 0. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് 1 അഗൈൻ 1 1 0 1 1 1 0 0 1. ഓക്കെ 1 0 0 1 ആയിരിക്കും. വൺ 1 1 0 1 1 0 1 1 0 0 0 1 ആടാ. അല്ല 1 മറ്റേ സംഭവം ക്യാരി അത് വേണ്ട, അത് ക്യാരി നമുക്ക് വേണ്ട. ഓക്കെ, you are representing in 4 bit, so it is 0 0 0 1 0 1 1 0 1. ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, then we are shift, performing shift operation. 0 0 0 0 1 0 1 1 0. കറക്റ്റ് അല്ലേ? 0 0 0 1 0 1 1 0. Okay, this is the end of second phase. Result on the right back here. Here 0 0 0 0. Here it is 1 0 1 1. Again it is 0. We have to compare 1 0. When it is 1 0 1 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? AC minus M ആണ്. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് A minus M പെർഫോം ചെയ്യണം. A here it is 0 0 0 0. Minus M means 1 1 1 0. So 1 1 1 0 add ചെയ്യുമ്പം again it is 1 1 1 0 വരും, 1 0 1 1 വരും, 0 വരും. ശരിയല്ലേ? Then we have to perform shift operation. Again it is 1 1 1 1 0 1 0 1 1. This is the third phase. Clear അല്ലേ? Right here 1 1 1 1 0 1 0 1 1 1 1 വന്നു കഴിഞ്ഞാൽ we just transfer shift, sorry, ഇവിടുന്ന് ഷിഫ്റ്റ് മാത്രം ചെയ്താൽ മതി. Then 1 1 1 4 1 വരും, ഈ 1 0 1 0, ഈ ഒരു 1 ഇവിടെ വരും. ഓക്കെ അല്ലേ? അപ്പൊ റിസൾട്ട് ഇറ്റ് ഈസ് 1 1 1 1 1 0 1 0. കോംപ്ലിമെന്റ് ചെയ്യുക. 0 0 0 0 0 1 0 1 പ്ലസ് 1 ചെയ്യുമ്പം 1 1 0 1 1 0 0 0 0 0 വരും. അപ്പൊ ഇത് മനസ്സിലായി. ദിസ് ഈസ് സിമിലർ ടു 6. അഗൈൻ ഇറ്റ് ഈസ്, ഇതപ്പം എന്തായിരിക്കും? വാല്യൂ ഫോർ -6. അപ്പൊ നമ്മൾ പെർഫോം ചെയ്ത ടാസ്ക് ആദ്യം ഓർത്തിരിക്കുക. -3 × 2 പെർഫോം ചെയ്തു, -6 നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എന്താ അവസ്ഥ? ഓക്കെ അല്ലേ? ഡിസ്കാർഡ് ചെയ്യാണ്. മുഹമ്മദ് ഷഫീഖ്, നബീൽ നാസിർ, നന്ദ ചെയ്ത് നോക്കി കിട്ടിയായിരുന്നോ? നന്ദിത. ഓക്കെ, കിട്ടി.
ഓക്കെ താങ്ക് യു. അപ്പം ഇതിപ്പം പറയാൻ കാരണം കമ്മിങ് ടു നമ്മുടെ ലാസ്റ്റ് പാർട്ട് തന്നെയാണ്. നമുക്ക് ഡിസ്കഷൻ തേർഡ് മൊഡ്യൂൾ ഏകദേശം ആയിട്ടുണ്ട്. സോ വി ഹാവ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻ സിലബസ്. ഹിയർ വി ഹാവ് ടു പെർഫോം multiplication between -14 and -19. -14 and -19. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ട് വാല്യൂസും നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ രണ്ടിനെയും കോംപ്ലിമെന്റ് ചെയ്യാം. നമുക്കൊരു സ്ലൈഡ് ഞാൻ കാണിച്ചു തരാം. കോംപ്ലിമെന്റ് ബോത്ത് ദി മൾട്ടിപ്ലയർ ആൻഡ് മൾട്ടിപ്ലിക്കൻ ആൻഡ് പ്രൊസീഡ് ടു മൾട്ടിപ്ലൈ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. 2 ഡിജിറ്റ് 4 ഡിജിറ്റിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം. അതർവൈസ് നിങ്ങൾ 2 നെഗറ്റീവ് നമ്പേഴ്സിനെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഈ എക്സാമ്പിൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൾട്ടിപ്ലൈ -14 ആൻഡ് -19 ഒന്ന് ചെയ്ത് നോക്കുക സമയം കിട്ടുമ്പോൾ. -14 ആൻഡ് -19 എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എനിവേ ക്വസ്റ്റ്യൻസ് അവിടെ എഴുതി വെക്കുക. പെർഫോം -14 ആൻഡ് -19 മൾട്ടിപ്ലിക്കേഷൻ. നെക്സ്റ്റ് ലൈൻ എഴുതാം. For performing signed multiplication, we are using Booth algorithm. We are using Booth algorithm. Okay. Clear ആണെന്ന് കരുതുന്നു. Then next question. Question paper next question നോക്കുക. List and explain different pipeline hazard and their possible solution. List and explain different pipeline hazards and their possible solution. Here we have different answers. എന്തൊക്കെയുണ്ട്? We have data hazards and instruction hazard. ഈ രണ്ട് hazard ആണ് ഉള്ളത്. Data hazard and instruction hazard. Then instruction level hazard വരുമ്പം solve ചെയ്യാൻ different method by using prefetch buffers, by using multiple functional unit, register forwarding method. ഇങ്ങനെ കുറച്ച് മെത്തേഡ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഡിലേഡ് ഇൻസ്ട്രക്ഷൻസ് എഴുതാം. ഡിലേഡ് ബ്രാഞ്ചസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ് നോക്കുക. പ്രീവിയസ്ലി ഉള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുക. ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൾറെഡി ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ലൂപ്പിന്റെ കേസ് ഓർമ്മയില്ലേ? ബ്രാഞ്ച് പെർഫോം ചെയ്യുന്നതിന് മുന്നേ വി ആർ പെർഫോമിംഗ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. അപ്പം ബ്രാഞ്ച് എടുക്കാനുള്ള ഡിസിഷൻ ആ ടൈമിൽ അവർക്ക് എടുക്കാൻ പറ്റും. അതിന് നമ്മൾ ഡിലേഡ് ബ്രാഞ്ചിന് വേണ്ടി കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് എന്നാണ് പറയാം. സ്ലൈഡ് വേണേൽ ഒന്ന് കാണിച്ചു തരാം. ബ്രാഞ്ച് this was the slide regarding delayed branch instruction. നിങ്ങൾ നോക്കുക. Normally when we are performing this branch, first example in the first example we are performing branch operation. Branch fetch ചെയ്ത് during decode തന്നെ we are fetch ചെയ്തിട്ടുണ്ടാവും. ഇതിനെ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എഗെയിൻ ഒരു ലൂപ്പാണ്. ബ്രാഞ്ചിനെ അപ്പം ഡിലേ ചെയ്യിക്കാൻ വേണ്ടി ഡിസിഷൻ ഷിഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ആഫ്റ്റർ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷന് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ റീ ഓർഡർ ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഇൻസ്ട്രക്ഷന് ബ്രാഞ്ച് എടുക്കാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു ടൈം ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്പറേഷൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു എക്സ്ട്രാ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഡിലേഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ഇപ്പൊ പ്രോപ്പർലി നമ്മൾ ഡിലേഡ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൈപ്പ് ലൈനിങ്ങിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് ഞാൻ പറയുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് പൈപ്പ് ലൈൻ ഹസാർഡ്സ് ആൻഡ് ദെയർ പോസിബിൾ സൊല്യൂഷൻ. അപ്പോൾ പൈപ്പ് ലൈൻ ഹസാർഡ് ഒഴിവാക്കാനുള്ള വൺ സൊല്യൂഷൻ ആണ് ഡിലേഡ് ബ്രാഞ്ച്. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസിനെ ബ്രാഞ്ചിന് മുന്നേ ഇൻബിറ്റ്വീൻ നമ്മൾ ചേർക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൈപ്പ് ലൈൻ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ പൈപ്പ് ലൈൻ ഹസാർഡ്സ് ഒഴിവാക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു പ്രീഫെച്ച് ബഫേഴ്സ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം.
ബൈ യൂസിങ് പ്രീഫെച്ച് ബഫേഴ്സ്, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് മെക്കാനിസം, പൈപ്പ് ലൈനിങ് സ്മൂത്ത് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം. അവോയ്ഡ് ഡാറ്റ ഹസാർഡ്സ് ലൈക്ക് റൈറ്റ് ആഫ്റ്റർ റൈറ്റ്, റീഡ് ആഫ്റ്റർ റൈറ്റ്, ഇങ്ങനെയുള്ള ഹസാർഡ്സ്. രജിസ്റ്റർ ഫോർവേഡിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് പൈപ്പ് ലൈനിങ് സ്മൂത്ത് ചെയ്യാൻ പറ്റും. ദെൻ മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ് നമുക്ക് പൈപ്പ് ലൈനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഡിഫറെന്റ് ബഫേഴ്സ്, നേരത്തെ പറഞ്ഞ ബഫറിന്റെ കോൺസെപ്റ്റ് തന്നെയാണ് ഇതും, ബട്ട് യൂസിങ് ഡിഫറെന്റ് ബഫേഴ്സ് പൈപ്പ് ലൈനിങ്ങിലെ ഇഷ്യൂസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? മിഥുൻ മോഹൻ, മുഹമ്മദ് നാസിഫ്, നിഹാൽ. ഋഷികേഷ് ഒക്കെ അവിടെ ഉണ്ടോ? ഋഷികേഷ്, സങ്കീർത്തന, സെവിൻ. ഈ 10 മാർക്ക് ക്വസ്റ്റിന്റെ ആൻസർ ആണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിലെ പോയിന്റ്സ് ജസ്റ്റ് വേണം എഴുതി വെക്കാം. ഡിഫറെന്റ് പൈപ്പ് ലൈൻ ഹസാർഡ്സ്, ഇൻസ്ട്രക്ഷൻ ഹസാർഡ്സ് ആൻഡ് ഡാറ്റ ഹസാർഡ്സ്, പോസിബിൾ സൊല്യൂഷൻ യൂസിങ് പ്രീഫെച്ച് ബഫേഴ്സ് മെക്കാനിസം, രജിസ്റ്റർ ഫോർവേഡിംഗ് മെക്കാനിസം, മൾട്ടിപ്പിൾ ഫങ്ഷണൽ യൂണിറ്റ്, നെക്സ്റ്റ് അവോയ്ഡ് റീഡ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്, റൈറ്റ് ആഫ്റ്റർ റീഡ് ഹസാർഡ്, ദെൻ റൈറ്റ് ആഫ്റ്റർ റൈറ്റ് ഹസാർഡ്. ഇത്രയും ഹസാർഡ്സ് നമുക്ക് ഒഴിവാക്കാം. ദെൻ എഴുതാം യൂസിങ് ഡിലേഡ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ടും നമുക്ക് ഹസാർഡ്സിനെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഡിസൈൻ എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഫോർ 3x2 മൾട്ടിപ്ലിക്കേഷൻ. 3x2 മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു ക്വസ്റ്റ്യൻ അവിടെ എഴുതി വെച്ചേ. ഡിസൈൻ എ കോമ്പിനേഷണൽ സർക്യൂട്ട് ഫോർ 3x2 മൾട്ടിപ്ലിക്കേഷൻ. ഇതെങ്ങനെ വരക്കും? ഇത് വരക്കണേൽ ഒരു റെഫറൻസ് ഡയഗ്രം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. X2 മൾട്ടിപ്ലിക്കേഷൻ. ഈ ഒരു റെഫറൻസ് ഡയഗ്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ടു പെർഫോം 2x2 അറേ മൾട്ടിപ്ലയർ. 2x2 അറേ മൾട്ടിപ്ലയർ ആണിത്. ഓക്കെ, ടു ഇൻറ്റു ടു വിച്ച് മീൻസ് രണ്ട് മൾട്ടിപ്ലിക്കൻറ്റും 3 ഡിജിറ്റ് ഇതും 2 ഡിജിറ്റ് മൾട്ടിപ്ലയർ ഉണ്ട് എങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ 2x2 പെർഫോം ചെയ്യാൻ ഉള്ള ഡയഗ്രം ആണ് ഈ കാണുന്നത്. ഇനി 3x2 ബിറ്റ് ആണെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ഓർത്ത് നോക്കിയേ. 3x2 which means we have 1 1 1 as an example, again 1 1. അപ്പം നമുക്ക് 3 ഗേറ്റ് വേണം. 1 AND ഗേറ്റ്, സെക്കൻഡ് AND ഗേറ്റ്, തേർഡ് AND ഗേറ്റ്. 1 കണക്ഷൻസ് ഓർക്കുക. ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവും. ഈ ഔട്ട്പുട്ട് ഡയറക്റ്റ് നിങ്ങൾ അതൊന്ന് വരച്ചോ കേട്ടോ. ഡയറക്റ്റ് റിസൾട്ടിലേക്ക് പോകും. ഫസ്റ്റ് ബിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അതായത് 1 1 ബിറ്റ്. ഇതൊക്കെ പാർഷ്യൽ ഔട്ട്പുട്ട് ആയിരിക്കും. ഫസ്റ്റ് ബിറ്റ് B1 നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ഇത് B2 റെപ്രസെന്റ് ചെയ്യുക, ഇത് B3 റെപ്രസെന്റ് ചെയ്യുക. 1 1 ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ, ഈ റിസൾട്ടാണ് ഇവിടെ വരിക. ഇതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഈ ഒരു റിസൾട്ടിനോട് കൂടി ഇതേപോലെ തന്നെ രണ്ടാമത്തെ ബിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അപ്പൊ ഇവിടെയും നമുക്ക് ഒരു AND ഗേറ്റ് ഉണ്ടാവും,
ഇവിടെയും ഒരു ആൻഡ് ഗേറ്റ്. രണ്ടാമത്തെ ബിറ്റും മേലത്തെ ഇൻപുട്ടും ഈ രണ്ടാമത്തെ ബിറ്റ്, ഇതിന്റെ ഔട്ട്പുട്ട്, ഇതിന്റെ ഔട്ട്പുട്ട്, ഇതിന്റെ ഔട്ട്പുട്ട്, ഇതിന്റെ ഔട്ട്പുട്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ആഡർ സർക്യൂട്ട് വരാം. നിങ്ങളൊന്ന് വരച്ചു നോക്കുക. ആഡർ സർക്യൂട്ട് വരിക. ആഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഫൈനലി നമ്മൾ ഔട്ട്പുട്ട് കൊണ്ടുവരണം. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 3x2 ബിറ്റ് വരക്കേണ്ടത്. ഇതൊന്ന് വരച്ചു നോക്കുക. ക്ലിയർ അല്ലെങ്കിൽ ഞാനത് വരച്ചിട്ട് ഷെയർ ചെയ്യാം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാൻ വേണേല് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഇതെങ്ങനെ വരക്കുവാന്ന് അറിയാവോ? 3x2 ട്രൈ ചെയ്യാൻ പറ്റുമോ? 2x2ന്റെ റെഫറൻസ് ഡയഗ്രാം ഒന്ന് ഓർത്ത് നോക്കുക. 2x2 പെർഫോം ചെയ്യുമ്പോൾ കണ്ടോ? ആൻഡ് ഫസ്റ്റ് ബിറ്റ് B0 ബിറ്റ് A0 ബിറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് നമ്മൾ പോകും. ബാക്കിയുള്ള കാര്യങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വരേണ്ടതാണ്. ഓരോ നമുക്ക് 2 സ്റ്റേജ് ഉണ്ടാവുള്ളൂ. ഒന്നിന്റെ ഔട്ട്പുട്ട് പ്ലസ് രണ്ടാമത്തെ സ്റ്റേജിന്റെ ഔട്ട്പുട്ടും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ആഡർ സർക്യൂട്ടിലേക്ക് പാസ് ചെയ്ത് കൊടുക്കണം. 2 ഇൻപുട്ടിൽ എടുക്കാൻ നമ്മൾ ഹാഫ് ആർഡറും 3 ഇൻപുട്ടിൽ എടുക്കാൻ നമ്മൾ ഫുൾ ആർഡറും യൂസ് ചെയ്തിട്ട് വേണം ഡയഗ്രാം വരക്കാൻ. ഈ ഡയഗ്രാം നിങ്ങൾക്ക് വരക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് തന്നെ പേപ്പറിൽ വരച്ചിട്ട് സെൻഡ് ചെയ്ത് തരാം. ഒന്ന് ഓർത്തിരിക്കോ ഈ ഡയഗ്രാം? മീൻസ് 3x2 ഞാൻ ഇപ്പൊ തന്നെ പാസ് ചെയ്ത് തരാം. ക്ലിയർ ആണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.